ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മളെ വീടുകളിലൊക്കെ നമ്മൾ തേങ്ങയെല്ലാം വാങ്ങിക്കുമല്ലോ. കടയിൽ നിന്നും വാങ്ങിക്കുന്നവരുണ്ടാവും, ചിലർക്ക് വീട്ടിലെ പറമ്പിൽ നിന്ന് അങ്ങനെയും തേങ്ങ കിട്ടും. എങ്ങനെയാണെങ്കിലും നമുക്ക് ഇതുപോലെ കേടുവന്ന തേങ്ങ ഉണ്ടാവുമല്ലോ. അപ്പം ഈ കേടുവന്ന തേങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ ചില ആൾക്കാർ നമുക്ക് കറി വെക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കാറിച്ചോയ വരും. ആ കാറിച്ചോയ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നേ ഒരു ടേസ്റ്റ് കിട്ടില്ല. കറിയിലാണെങ്കിലും ടേസ്റ്റ് പോകും, നമ്മൾ വേറെ എന്തെങ്കിലും ചേർക്കുകയാണെങ്കിൽ അതിലും ടേസ്റ്റ് പോകും. അപ്പൊ സാധാരണ ചില ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, ആ തേങ്ങ എടുത്താണ്ട് കളയും. അപ്പം ആ തേങ്ങ കളയാണ്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതാ അങ്ങനെ തേങ്ങ വാങ്ങിച്ചതാണ്. ഓരോ പ്രാവശ്യം തേങ്ങ വാങ്ങിക്കുമ്പോൾ അതിൽ ചിലതൊക്കെ ഇങ്ങനെ കേടുണ്ടാവും. അപ്പൊ ഞാനത് എന്ത് ചെയ്യും, എടുത്തു വെക്കും. എടുത്തു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് കുറച്ച് കൂടുതൽ കിട്ടുമ്പോൾ അത് നന്നായിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ആക്കുക ചെയ്യുന്നത്. അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യട്ടോ. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ഇതുപോലത്തെ തേങ്ങകൾ ഞാൻ ഇങ്ങനെ മിക്സിയുടെ ജാറിലിട്ടുകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ചെയ്യേണ്ടത്. നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തോളൂ, എന്നാലും നന്നായിട്ട് പാല് കിട്ടുള്ളൂ അതിന്. അപ്പൊ ഞാൻ മൊത്തം തേങ്ങ ഇതുപോലെ നന്നായിട്ട് പാലെല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അരിപ്പയിലിട്ടുകൊണ്ട് അരിച്ചെടുക്കണം. മിക്സിയിൽ അടിക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ചേർക്കണം കേട്ടോ, എങ്കിലേ അത് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നന്നായിട്ട് ചിരവയിൽ വെച്ചിട്ട് ചിരകിയിട്ട് അങ്ങനെ ചേർക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ ആക്കിയാൽ മതി. എങ്ങനെയാണെങ്കിലും നമുക്ക് എളുപ്പമുള്ളത് ചെയ്താൽ മതി. നമ്മൾ ഒഴിവാക്കുന്ന ഓരോ തേങ്ങ ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടും. നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിനൊരു ബാഡ് സ്മെല്ല് ഒന്നും ഉണ്ടാവില്ല, നല്ല ഫ്രഷ് സ്മെല്ലായിട്ട് ഉണ്ടാവാം. നമ്മൾ വിചാരിക്കും തേങ്ങ കാറി ചുവയ്ക്കുന്നത് കൊണ്ടായി ഇത് ഇനിയിപ്പം വെളിച്ചെണ്ണ ആക്കിയാലും ഒന്നിനും പറ്റത്തില്ല വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഇത് വെളിച്ചെണ്ണ ആക്കുകയാണെങ്കിൽ നല്ല സ്മെല്ല് തന്നെ ഉണ്ടാവും, ഒരു ബാഡ് സ്മെല്ല് അതിന് വരൂല. അപ്പൊ ഞാനിത് തേങ്ങ ഒക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, പാല് മൊത്തം എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത് ഞാൻ ഒന്നുകൂടെ അതിൽ കുറച്ചുകൂടെ പാലുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ചേർത്തിട്ട് അതൊന്നുകൂടെ കണ്ട് പിഴിഞ്ഞെടുക്കുകയാണെ. നമുക്ക് മൊത്തം പാല് കിട്ടുമ്പം നമുക്ക് അത്രയും വെളിച്ചെണ്ണ കിട്ടാലേ ചെയ്യാം. അപ്പൊ ഞാൻ രണ്ടാമതും ഒക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും പാല് കിട്ടിയിട്ടുണ്ട്, തേങ്ങാപ്പാൽ. ഇനി ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കണത്. അപ്പൊ ഞാൻ അതിനായിട്ട് ഇരുമ്പിന്റെ ചീനച്ചട്ടിയാണ് എടുത്തത്. ഇത് ഏറ്റവും നല്ലത് വലിയ ചീനച്ചട്ടി ഉണ്ടെങ്കിൽ അങ്ങനത്തതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതേ ഉള്ളൂ, ചെറുതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ചെറിയ ചീനച്ചട്ടി എടുത്തത്. അപ്പൊ അതിലോട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അത് അടുപ്പ് സിമ്മിലിട്ട് വേണം ചെയ്യാൻ. ഇത് തീ ഹൈയിലാക്കി വെച്ച ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് മൊത്തം തിളച്ച് പുറത്തോട്ട് ചിന്തി വരും. അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതങ്ങ് വറ്റിച്ചെടുക്കാണ്ട് നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് തിളച്ച് പുറത്തോട്ട് ചിന്താണ്ടിരിക്കാൻ നമുക്കൊരു സ്റ്റീലിന്റെ സ്പൂണോ എന്തെങ്കിലും വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ എന്താ ചെറിയ സ്പൂൺ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പതഞ്ഞ് പൊന്തിയിട്ട് പുറത്തേക്ക് തളിച്ചിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കൊടുക്കുമ്പോൾ അതങ്ങനെ പുറത്തോട്ട് അത് പതഞ്ഞ് പൊങ്ങി വരും, പക്ഷെങ്കിൽ പുറത്തോട്ട് ചിന്തത്തില്ല. അപ്പൊ ഞാൻ അതിന് അങ്ങനെ ചെയ്തു. നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ അതിന് വെളിച്ചെണ്ണ ഇങ്ങനെ ഊറി വരുന്നുണ്ട്. അപ്പൊ കുറച്ചുകൂടെ അത് ആവാനുണ്ട്. അതിന്റെ കളർ ഒന്നുകൂടെ ഒരു ഷെയ്ഡ് മാറിക്കഴിഞ്ഞാലാണ് നമുക്ക് വെളിച്ചെണ്ണ കറക്റ്റ് ഫുള്ളും കിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേയിരിക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് ചെയ്യുക. ഇപ്പൊ അത്യാവശ്യം നമ്മളുടെയൊക്കെ വറ്റി നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അതിന്റെ കളറൊക്കെ മാറിയ വെളിച്ചെണ്ണ കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ലായിട്ട് ഈ വെളിച്ചെണ്ണയ്ക്ക് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. നമ്മളെ കുട്ടികൾക്കൊക്കെ ഇത് തേച്ചെടുക്കാൻ പറ്റിയ ബെസ്റ്റാണ്. കുഞ്ഞുങ്ങളെ സ്കിന്നിനൊക്കെ ഏറ്റവും നല്ലതാണിത് നമ്മൾ തേച്ച് കൊടുക്കണം. വെറുതെ നമ്മൾ പൈസ കൊടുത്ത് തേങ്ങ വാങ്ങിക്കും, എന്നിട്ട് ആ തേങ്ങ നമ്മൾ കളയും. അപ്പൊ എത്രയോ നല്ലതാണ് ഇതിങ്ങനെ കിട്ടുന്ന തേങ്ങ. കുറേശ്ശെ കുറേശ്ശെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ എടുത്താൽ മതി. അപ്പൊ ഞാൻ ആക്കിയിട്ട് നല്ലോണം വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് ഇതിന്ന്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 തേങ്ങയായിട്ട് എടുത്തത്. 5 തേങ്ങ ഇങ്ങനെ അധികം കേടുവരുന്നില്ല തേങ്ങ നമ്മൾ വാങ്ങിക്കുമ്പോൾ. പക്ഷേ ചെറിയൊരു സ്മെല്ലിന്റെ ഒരു വ്യത്യാസമൊക്കെ ചൊയയും ഒക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള തേങ്ങയാണ് ഇങ്ങനെ മാറ്റി വെച്ചിങ്ങാണ്ട് എടുക്കണത്. അപ്പം എനിക്ക് ഇത്രയും വെളിച്ചെണ്ണ 5 തേങ്ങ ഞാൻ എടുത്തത്. പക്ഷെ നമുക്ക് വെളിച്ചെണ്ണ ആയി കിട്ടുമ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാലോ, ഒത്തിരി വെളിച്ചെണ്ണ അങ്ങനെ കിട്ടത്തില്ല. 5 തേങ്ങ ഇത്രയും വെളിച്ചെണ്ണ ഉള്ളൂ കിട്ടിയത് എന്ന് വിചാരിക്കേണ്ട. പക്ഷെ നമുക്ക് കിട്ടുന്നത് ശുദ്ധമായ വെളിച്ചെണ്ണാണ്. നമ്മളെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമുക്ക് വിശ്വസിച്ച് നല്ല തേച്ച് കൊടുക്കാൻ പറ്റും, അത്രയും ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പൊ എനിക്കിതാ ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയിട്ടുള്ളത്.
നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ ഈ തേങ്ങയുടെ ചണ്ടി ഉണ്ടല്ലോ, അതും നമുക്ക് അതിനെക്കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ഞാനിതാ ആ തേങ്ങയുടെ നല്ലോണം അതിന്ന് ഈ നല്ലതായിട്ട് അതിന്റെ വെളിച്ചെണ്ണ എടുക്കുകയാണ്. ഇനി നമുക്ക് കൈയോണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം. അപ്പൊ അത് ചൂടാണ്, ആ ചൂടോടെ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചിക്കാണ്. ചൂടാറിയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പൊ ഇതാ എല്ലാ വെളിച്ചെണ്ണയും ഞാൻ ഇതുപോലെ എടുക്കാണ് കേട്ടോ. നല്ലോണം ടൈറ്റ് ആക്കി അമർത്തി കൊടുക്കുക. അപ്പൊ അങ്ങനെ നല്ലോണം വെളിച്ചെണ്ണ പോരും. നല്ലൊരു സന്തോഷം തന്നെയാണ്, നമുക്ക് മനസ്സിനെ സന്തോഷം ഇതിങ്ങനെ എടുക്കുമ്പോൾ. കാരണം നല്ല വെളിച്ചെണ്ണ കിട്ടല്ലേ. നമ്മളിപ്പോൾ ഇത് ഒഴിവാക്കാൻ നിൽക്കുന്ന തേങ്ങയെന്നാണ് ഇപ്പം ഇത്രയും വെളിച്ചെണ്ണ കിട്ടുന്നത്, ശുദ്ധമായ വെളിച്ചെണ്ണ. അപ്പൊ സത്യം പറയാണല്ലോ, മനസ്സിന് തന്നെ സന്തോഷമാണ് ഇത് കാണുമ്പോഴൊക്കെ. ഇത് കുഞ്ഞുങ്ങളെ മേത്തും തേച്ച് കൊടുക്കുമ്പോൾ നല്ലതാണ്. അപ്പൊ ഞാൻ അതൊക്കെ എടുത്തത്, ഇനി അടുത്ത് വീണ്ടും കുറച്ചുകൂടെ പാലുണ്ടല്ലോ പാരാൻ. അപ്പൊ അത് ഞാൻ ആദ്യം ആദ്യം ഉപയോഗിച്ച ചീനച്ചട്ടി തന്നെയാണ്. പക്ഷെ അത് നമ്മൾ അതേപോലെ അങ്ങോട്ടേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണ്ട. കാരണം അതിൽ ആ ചണ്ടിയൊക്കെ ഉണ്ടാവില്ല. അപ്പൊ അതിലോട്ട് നമ്മൾ വീണ്ടും തേങ്ങാപ്പാലം ഒഴിക്കുമ്പോൾ അത് എന്ത് സംഭവിക്കും, അതൊന്നായിട്ടുണ്ട് കരിഞ്ഞ അടിയിലൊക്കെ പിടിച്ച് ആകെ പണിയാവുക. അപ്പൊ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി അതിൽ തന്നെ വീണ്ടും ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പൊ ഞാൻ രണ്ടാമതും ഇതാ അതുപോലെ ബാക്കിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതങ്ങനെ വറ്റി ഇങ്ങനെ ഇത്രയായി വന്നിട്ടുണ്ട്. പതഞ്ഞ് ശ്രദ്ധിക്കണം, പതഞ്ഞ് പൊങ്ങും. അപ്പം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് വറ്റിച്ചെടുക്കാൻ. അപ്പോൾ അതാ ഇതിൽ നോക്കിയ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ആ മേലെ കാണുന്ന വെളിച്ചെണ്ണയൊക്കെ നമുക്ക് അങ്ങോട്ട് ഊറ്റിയെടുക്കാം. അപ്പോൾ എന്നിട്ട് ബാക്കിയുള്ളത് അങ്ങനെ തിളച്ചിട്ട് വീണ്ടും നമുക്ക് കിട്ടിക്കോളും. അപ്പോൾ ഞാനിതാ ആ മേലെ വരുന്ന വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഊറ്റിയെടുക്കണം. കണ്ടില്ലേ, നല്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമല്ലോ കോക്കനട്ട് വെർജിൻ ഓയിൽ, സെയിം ഇതാണ്ട കിട്ടാം. ഇതിപ്പം ഈ യെല്ലോ ഷെയ്ഡ് വരാൻ കാരണം ഇത് കണ്ടില്ലേ, ഇതിന് വൈറ്റ് കളറാണുള്ളത്. ഇത് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം കളർ ചേഞ്ച് ആവാണ്ട് തന്നെ ഓയിൽ ഇടിക്കുന്നത് കൊണ്ടാണ് ഈ കളറിൽ കിട്ടുന്നത്. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞത് കുറച്ചുകൂടെ ഷെയ്ഡ് മാറിയില്ല, കുറച്ചുകൂടെ ബ്രൗൺ കളർ ആയിട്ടാണ് വെളിച്ചെണ്ണ ഊറിയെടുത്തത്. അതുകൊണ്ടാണ് ഒരു യെല്ലോ കളർ വന്നത്. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ നിന്ന് വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ വൈറ്റ് കളർ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ഉണ്ടല്ലോ, അതിൽ തന്നെ നമുക്ക് കിട്ടും ട്ടോ. അപ്പം അങ്ങനെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ ആക്കാം. കുറച്ചുകൂടെ ഒന്ന് ഷെയ്ഡ് മാറിയിട്ട് ആക്കുമ്പോൾ കുറച്ച് യെല്ലോ കളർ വരുന്നുള്ളൂ വെളിച്ചെണ്ണയ്ക്ക്. സ്മെല്ലൊക്കെ കറക്റ്റ് ആയിരിക്കും, നല്ല സ്മെല്ല് കിട്ടും. ഇപ്പം ഞാനിതാ ഇതിന് ഫസ്റ്റ് ഇങ്ങനെ വന്നപ്പോൾ വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മൾ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ബാക്കിയുള്ള തേങ്ങാപ്പീരിൽ നിന്ന് വീണ്ടും വെളിച്ചെണ്ണ ഇങ്ങനെ ആയി വന്നോളൂ. അപ്പം ആദ്യമുള്ളത് കുറച്ച് കോരി എടുത്തെന്ന് മാത്രം. ഇത് വീണ്ടും നമ്മളിങ്ങനെ ബ്രൗൺ കളറാക്കി എടുക്കുക. അപ്പം നമുക്ക് വീണ്ടും തേങ്ങ അല്ല, വെളിച്ചെണ്ണ കിട്ടും. അപ്പം അതിനായിട്ട് കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മൾ ചെയ്യുമ്പം ഇത് അവിടെ സിമ്മിലിട്ടിങ്ങനെ നമുക്ക് നമ്മുടെ ബാക്കി ജോലികളൊക്കെ ചെയ്യാം. ഇതിന്റെ അടുത്ത് തന്നെ നിന്നുങ്ങാണ്ട് നമ്മളിങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കൊക്കെ നമ്മൾ വന്നുകൊണ്ട് ആക്കി കൊടുത്താൽ മാത്രം മതി. അടി പിടിക്കുന്നത് അതൊന്നും മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കി നമ്മൾ ഇത് സിമ്മിലിട്ടിങ്ങാണ്ട് നമ്മുടെ ജോലിയൊക്കെ ബാക്കിയൊക്കെ ചെയ്യാം. അപ്പം നമുക്ക് അങ്ങനെ സമയവും ലാഭിക്കാം, നമ്മുടെ ബാക്കിയുള്ള ജോലിയും ഒക്കെ ചെയ്യാനും പറ്റും. അപ്പം ഇങ്ങനെ തേങ്ങ ഉണ്ടെങ്കിൽ ഇനി അത് വലിച്ചെറിയാണ്ട് എല്ലാവരും ഇങ്ങനെ എടുത്തു വെച്ച് ഉപയോഗിച്ചോളൂ. നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊട്ടും ആ ഒരു ബാഡ് സ്മെല്ലും ഒന്നും ഉണ്ടാവത്തില്ല. നല്ല മണമായിട്ടുള്ളത്. അത് ശരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്മെല്ല് മാത്രമേ ഇതിൽ നിന്ന് വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ചൂടാറിയതിന് ശേഷം ഒരു ടിന്നിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മളെ കുട്ടികളെ മേത്തൊക്കെ തേച്ച് കൊടുക്കാം. അപ്പൊ നല്ല വെളിച്ചെണ്ണ നമുക്ക് മക്കൾക്ക് തേച്ച് നല്ല മോയ്സ്ചറൈസിങ് ആണ് ഇട്ടത്. നല്ല ഫ്രഷ് വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ നമ്മൾ വേറൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ലല്ലോ. പ്യോർ കോക്കനട്ട് ഓയിൽ ഇതിപ്പം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ മക്കൾക്ക് ഭയങ്കര ആപ്റ്റ് ആണിത്. പിന്നെ അതിന്റെ ആ ഇതുണ്ടല്ലോ തേങ്ങാപ്പീര്, ആ ചണ്ടയായി വന്നത്, അത് നമുക്ക് നല്ല സ്ക്രബ്ബറാണ്. നമ്മുടെ ഫേസിലും കയ്യിലും കാലിലും ഒക്കെ നമുക്ക് നന്നായിട്ട് അത് വെച്ച് സ്ക്രബ് ചെയ്ത് കൊടുത്ത് നല്ല മോയ്സ്ചറൈസിങ് എഫക്റ്റ് കിട്ടും. അപ്പം അതും നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഒന്നാണ്. അപ്പം നിങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇതൊന്ന് ഇതുപോലെ ചെയ്യാം. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ അത് കളയാണ്ട് എടുത്ത് വെച്ചിങ്ങാണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. കേടൊന്നും വരത്തില്ല. ഇനി വല്ല അതിൻ്റെ മുകളിൽ വല്ല കളർ ചേഞ്ച് ഒക്കെ വരികയാണെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യാം, ഒന്ന് കഴുകി വൃത്തിയാക്കിയാൽ മതി എടുക്കുന്ന സമയത്ത്. അപ്പോൾ അത് എനിക്ക് ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വെറുതെ കളയണ തേങ്ങ എടുത്ത് വെച്ചിട്ട് അതിന് കിട്ടിയതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര സന്തോഷം. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ നമുക്ക് കിട്ടുന്ന പറഞ്ഞാൽ നല്ല സ്മെല്ലും ഒക്കെ ആണല്ലോ. അപ്പോൾ അതാ ഇത്രയും വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കുക. അസ്സലാമു അലൈക്കും.